ഹലോ, സ്പെഷ്യലൈസ്ഡ് ഓർഗനൈസേഷൻസ് ഓഫ് ICA എന്ന ചാപ്റ്ററിനകത്ത് നെക്സ്റ്റ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്ന ഓർഗനൈസേഷനാണ് ഇൻ്റർനാഷണൽ കോഓപ്പറേറ്റീവ് അഗ്രികൾച്ചറൽ ഓർഗനൈസേഷൻ, ICAO, ഇൻ്റർനാഷണൽ കോഓപ്പറേറ്റീവ് അഗ്രികൾച്ചറൽ ഓർഗനൈസേഷൻ. സോ ഇറ്റ് ഈസ് എ സ്പെഷ്യലൈസ്ഡ് ഓർഗനൈസേഷൻ ഓഫ് ദ ICAയുടെ ഒരു സ്പെഷ്യലൈസ്ഡ് ഓർഗനൈസേഷനാണിത്. എസ്റ്റാബ്ലിഷ്ഡ് ഇൻ 1951. It represents 43 agricultural cooperatives from over 36 countries. ഓക്കെ, 36 രാജ്യങ്ങളിൽ നിന്നായി ഏകദേശം 43ഓളം അഗ്രികൾച്ചറൽ കോഓപ്പറേറ്റീവ് സൊസൈറ്റികൾ ഇതിൽ റെപ്രസെൻറ്റേറ്റീവാണ് ICAOയിൽ. ഓക്കെ, അപ്പോൾ അത്തരത്തിലുള്ള ഒരു ഓർഗനൈസേഷനെയാണ് നമ്മൾ ICAO എന്ന് പറയുന്നത്. 3 കാര്യമാണ് അപ്പോൾ പറഞ്ഞത്, നോക്കുക. സോ ഇറ്റ് ഈസ് എ സ്പെഷ്യലൈസ്ഡ് ഓർഗനൈസേഷൻ ഓഫ് ICAയുടെ ഒരു സ്പെഷ്യലൈസ്ഡ് ഓർഗനൈസേഷനാണ്. ഇത് നിലവിൽ വരുന്നത് ഏകദേശം 1951 സോ ഇറ്റ് റെപ്രസെൻറ്റ് 43 അഗ്രികൾച്ചറൽ കോഓപ്പറേറ്റീവ്സ് ഫ്രം ഓവർ 36 കൺട്രീസ്. ഏകദേശം 36ഓളം രാജ്യങ്ങളിൽ നിന്നായിട്ട് 43ഓളം അഗ്രികൾച്ചറൽ കോഓപ്പറേറ്റീവ് ഓർഗനൈസേഷനുകൾ ഇതിൽ റെപ്രസെൻറ്റേറ്റീവ് ആയിട്ടുണ്ട്. ഓക്കെ, ദെൻ ഇനി എയിംസ് ആണ്. എയിംസ് ഓഫ് ICAOയുടെ എയിം, ഫസ്റ്റ് വൺ, ടു പ്രൊമോട്ട് ദ എസ്റ്റാബ്ലിഷ്മെൻറ്റ് ഓഫ് അഗ്രികൾച്ചറൽ കോഓപ്പറേറ്റീവ്സ് ഇൻ ഡെവലപ്പിംഗ് കൺട്രീസ് ഇൻ ഓർഡർ ടു ഇൻക്രീസ് ഫുഡ് സെക്യൂരിറ്റീസ്. ഫുഡ് സെക്യൂരിറ്റീസ് ഇൻക്രീസ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ഡെവലപ്പിംഗ് കൺട്രീസിനെ സംബന്ധിച്ചിടത്തോളം കൂടുതൽ അഗ്രികൾച്ചറൽ കോഓപ്പറേറ്റീവ് സൊസൈറ്റികൾ എസ്റ്റാബ്ലിഷ് ചെയ്യുന്നത് പ്രൊമോട്ട് ചെയ്യുക. ഇതാണ് ഫസ്റ്റ് എയിമായിട്ട് പറയുന്നത്. ഇന്ത്യ എന്ന് പറയുന്ന ഒരു ഡെവലപ്പിംഗ് കൺട്രി ആണല്ലോ അല്ലേ. ഇന്ത്യയൊക്കെ പോലുള്ള രാജ്യങ്ങളെ സംബന്ധിച്ചിടത്തോളം നേരിടുന്ന ഏറ്റവും വലിയ പ്രശ്നങ്ങളാണ് അൺഎംപ്ലോയ്മെൻറ്റ്, അതുപോലെ തന്നെ ഫുഡ് സെക്യൂരിറ്റി, ഓക്കെ അല്ലേ, ഭക്ഷണത്തിൻ്റെ ദൗർലഭ്യം നമ്മൾ നേരിടുന്നുണ്ട്, അതുപോലെ തന്നെ തൊഴിലില്ലായ്മ നേരിടുന്നുണ്ട്. അപ്പോൾ ഇത്തരത്തിൽ ഡെവലപ്പിംഗ് കൺട്രീസിനെ സംബന്ധിച്ചിടത്തോളം അവർ നേരിടുന്ന ഏറ്റവും വലിയ ഒരു പ്രശ്നമാണ് ഫുഡ് സെക്യൂരിറ്റി ഉറപ്പുവരുത്തുക എന്നുള്ളത്. അപ്പോൾ ഈ ഫുഡ് സെക്യൂരിറ്റി ഉറപ്പുവരുത്തുന്നതിന് വേണ്ടിയിട്ട് അത്തരം രാജ്യങ്ങളിൽ, ഡെവലപ്പിംഗ് കൺട്രീസിനെ സംബന്ധിച്ചിടത്തോളം അത്തരം രാജ്യങ്ങളിൽ കൂടുതൽ അഗ്രികൾച്ചറൽ കോഓപ്പറേറ്റീവ് സൊസൈറ്റികൾ എസ്റ്റാബ്ലിഷ് ചെയ്യുന്നത് പ്രൊമോട്ട് ചെയ്യുക എന്നുള്ളതാണ് ICAOയുടെ ഒന്നാമത്തെ എയിമായിട്ട് പറയുന്നത്. സെക്കൻഡ്, ടു പ്രൊമോട്ട് ദ ഡിസ്ട്രിബ്യൂഷൻ ഓഫ് അഗ്രികൾച്ചറൽ പ്രോഡക്റ്റ്. മറ്റൊന്ന്, അഗ്രികൾച്ചറൽ പ്രോഡക്റ്റുകൾ എഫിഷ്യൻ്റായിട്ട് ഏറ്റവും നല്ല രീതിയിൽ എല്ലാ രാജ്യങ്ങൾക്കും എന്ത് ചെയ്യുക, ഡിസ്ട്രിബ്യൂട്ട് ചെയ്യണം, അത് പ്രൊമോട്ട് ചെയ്യണം. ഓക്കെ, മറ്റൊന്ന്, ടു ടേക്ക് കറക്റ്റീവ് ആക്ഷൻ ടു പ്രിസർവിങ് ദ എൻവയോൺമെൻറ്റ് പ്രിസർവ് ചെയ്യുന്നതിന് ആവശ്യമായിട്ടുള്ള കോൺക്രീറ്റ് ആയിട്ടുള്ള ആക്ഷനുകൾ എടുക്കണം. ഓക്കെ, പ്രിസർവ് മീൻസ് എന്താണ്, സംരക്ഷിക്കുക അല്ലേ. അപ്പോൾ എൻവയോൺമെൻറ്റിന് കേടൊന്നും പറ്റാതെ അതിനെ പ്രിസർവ് ചെയ്യേണ്ടതുണ്ട്. ഓക്കെ, അപ്പോൾ അതിനെ സംരക്ഷിക്കുന്നതിന് വേണ്ടിയിട്ട് കോൺക്രീറ്റ് ആയിട്ടുള്ള ആക്ഷനുകൾ എടുക്കണം, അത് ചെയ്യുക. ദെൻ ഫോർത്ത്, ടു എക്സ്ചേഞ്ച് എക്സ്പീരിയൻസസ് ഓൺ സ്പെസിഫിക് ആക്ടിവിറ്റി ഫീൽഡ് ബൈ hosting international seminars. To exchange experiences on specific activity field by hosting international seminars and means എന്താണ്, ഈ അഗ്രികൾച്ചറൽ കോഓപ്പറേറ്റീവ് മേഖലയുമായി ബന്ധപ്പെട്ട് നമ്മൾ പറഞ്ഞല്ലോ, നമ്മൾ ICAO എന്ന് പറയുന്ന ഒരു ഓർഗനൈസേഷനാണ് കുറിച്ചാണ് പറയുന്നത്. അപ്പോൾ ഇൻ്റർനാഷണൽ കോഓപ്പറേറ്റീവ് അഗ്രികൾച്ചറൽ ഓർഗനൈസേഷൻ എന്ന് പറയുമ്പോൾ അഗ്രികൾച്ചറൽ കോഓപ്പറേറ്റീവ് മേഖലയുമായി ബന്ധപ്പെട്ട്, അതാണ് സ്പെസിഫിക് ആക്ടിവിറ്റി ഫീൽഡ് എന്ന് പറയുന്നത്. അത്തരത്തിൽ ആ മേഖലയുമായി ബന്ധപ്പെട്ട കാര്യങ്ങളെക്കുറിച്ച് ഡിസ്കസ് ചെയ്യുന്നതിന് വേണ്ടി ഇൻ്റർനാഷണൽ സെമിനാറുകൾ കണ്ടക്ട് ചെയ്യുകയും അതിലൂടെ സ്ഥാപനത്തിൻ്റെ എക്സ്പീരിയൻസസ് എന്ത് ചെയ്യണം, ഷെയർ ചെയ്യുകയും ചെയ്യണം. ഓക്കെ, അപ്പോൾ ഈ മേഖലയുമായി ബന്ധപ്പെട്ടിട്ടുള്ള ആഗോളതലത്തിലോ അതല്ലെങ്കിൽ ദേശീയ തലത്തിലോ ഉള്ള പ്രശ്നങ്ങളുണ്ടെങ്കിൽ അതൊക്കെ ഡിസ്കസ് ചെയ്ത് അതിനാവശ്യമായിട്ടുള്ള റെമഡിയൽ മെഷേഴ്സൊക്കെ കാണണം. അതിനുള്ള എന്താണ്, ഇൻ്റർനാഷണൽ സെമിനാറുകളും കോൺഫറൻസുകളൊക്കെ കണ്ടെത്തുക, അതിലൂടെ ഈ സ്ഥാപനത്തിൻ്റെ എക്സ്പീരിയൻസസ് പ്രധാനപ്പെട്ട ആളുകൾക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക. ഇത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ കണ്ടക്ട് ചെയ്യുക എന്നുള്ളതാണ് എയിംസ് എന്ന് പറയുന്ന ഈ ഹെഡിനകത്ത് ഒരു 4 പോയിൻ്റായിട്ട് പറഞ്ഞിട്ടുള്ളത്. ഓക്കെ, നെക്സ്റ്റ്, റോൾ ഓഫ് ICAO ആണ്. ICAOയുടെ റോൾ എന്താണ്? ഓക്കെ, അതിനകത്ത് 4 പോയിൻ്റാണ് പറഞ്ഞിട്ടുള്ളത്. ഫസ്റ്റ് വൺ, ടു കണ്ടക്ട് സർവേ ടു അസർടെയിൻ വിച്ച് പ്രോബ്ലംസ് ആർ കോമൺ ടു അഗ്രികൾച്ചറൽ കോഓപ്പറേറ്റീവ് ആസ് എ ഓൾ. ലോകത്താകമാനമുള്ള കൺസ്യൂമർ കോഓപ്പറേറ്റീവ് സൊസൈറ്റികൾ കോമൺ ആയിട്ടുള്ള നേരിടുന്ന പ്രശ്നങ്ങൾ എന്തൊക്കെയാണ് അത് കണ്ടെത്തുക. അതിനാവശ്യമായിട്ടുള്ള സർവേകളും മറ്റു കാര്യങ്ങളൊക്കെ നമ്മൾ നേരത്തെ പറഞ്ഞല്ലോ, ഇൻ്റർനാഷണൽ കോൺഫറൻസുകൾ, സെമിനാറുകളൊക്കെ കണ്ടക്ട് ചെയ്യുന്നു. അപ്പോൾ ആ രീതിയിലുള്ള കാര്യങ്ങളൊക്കെ ചെയ്തുകൊണ്ട്, സോ ടു കണ്ടക്ട് സർവേസ് ടു അസർടെയിൻ വിച്ച് പ്രോബ്ലംസ് ആർ കോമൺ
എന്താണ് ലോകത്താകമാനമുള്ള കൺസ്യൂമർ അഗ്രികൾച്ചറൽ കോപ്പറേറ്റീവ് സൊസൈറ്റികൾ കോമൺ ആയിട്ട് നേരിടുന്ന പ്രശ്നങ്ങൾ? ഇത് കണ്ടെത്തുന്നതിന് ആവശ്യമായിട്ടുള്ള സർവേകളും മറ്റു കാര്യങ്ങളൊക്കെ കണ്ടക്ട് ചെയ്യുന്നു. സെക്കൻഡ്, ടു പ്രൊമോട്ട് ആൻഡ് എൻകറേജ് അഗ്രികൾച്ചറൽ കോപ്പറേറ്റീവ്സ് ഇൻ ദ ഡെവലപ്പിംഗ് കൺട്രീസ്. ഇന്ത്യയെ പോലുള്ള ഡെവലപ്പിംഗ് കൺട്രീസിനെ സംബന്ധിച്ചിടത്തോളം അഗ്രികൾച്ചറൽ കോപ്പറേറ്റീവ് സൊസൈറ്റികൾ ഡെവലപ്പ് ചെയ്തു വരുന്നതിനെ എൻകറേജ് ചെയ്യുക, പ്രൊമോട്ട് ചെയ്യുക. ദെൻ തേർഡ്, ടു ഓർഗനൈസ് സെമിനാർസ് ഓൺ സ്പെസിഫിക് ഓർഗനൈസേഷണൽ ടോപ്പിക് ഓഫ് മ്യൂച്വൽ ഇൻട്രസ്റ്റ് ഓഫ് ഫോർ മെമ്പേഴ്സ് ഓർഗനൈസേഷൻ. ഇതിനകത്ത് ഏകദേശം 43ഓളം ഓർഗനൈസേഷനുകളുണ്ട്, 37ഓളം രാജ്യങ്ങളിൽ നിന്ന് എന്നൊക്കെ നമ്മൾ തുടക്കത്തിൽ പറഞ്ഞല്ലോ. അപ്പോൾ ഇത്തരത്തിലുള്ള മെമ്പേഴ്സ് ഓർഗനൈസേഷൻ്റെ താല്പര്യങ്ങൾക്കനുസരിച്ച് എന്ത് ചെയ്യണം? സോ ടു ഓർഗനൈസ് സെമിനാർസ് ഓൺ സ്പെസിഫിക് ഓർഗനൈസേഷണൽ ടോപ്പിക്, പ്രത്യേകമായിട്ടുള്ള ഈ മേഖലയുമായി ബന്ധപ്പെട്ട എന്തെങ്കിലും സ്പെസിഫിക് ആയിട്ടുള്ള ടോപ്പിക്കുകൾ ഉണ്ടെങ്കിൽ അതിനെ സംബന്ധിച്ചിട്ടുള്ള ഇൻ്റർനാഷണൽ ലെവലിലുള്ള സെമിനാറുകളോ കോൺഫറൻസുകളോ ഒക്കെ കണ്ടക്ട് ചെയ്യുക. സോ ടു ഓർഗനൈസ് സെമിനാർസ്. ഓക്കെ, അതിനകത്ത് എത്ര മെമ്പേഴ്സ് ഉണ്ടോ ഇവരുടെ എല്ലാം താല്പര്യങ്ങൾ കൺസിഡർ ചെയ്തുകൊണ്ടായിരിക്കണം ഇത്തരത്തിലുള്ള പ്രോഗ്രാമുകൾ കണ്ടക്ട് ചെയ്യേണ്ടത്. ദെൻ ഫോർത്ത്, ടു ക്യാരി ഔട്ട് എനി സ്പെസിഫിക് ടാസ്ക് വിത്തിൻ ദ ഫീൽഡ് ഓഫ് അഗ്രികൾച്ചർ വിച്ച് ഷാൾ ബി റെക്കമെൻഡഡ് ബൈ ദ ബോർഡ് ഓർ ദ ജനറൽ അസംബ്ലി ഓഫ് ദ ICA. ഓക്കെ, അപ്പോൾ ഇവിടെ പറയുന്നത് ICAയുടെ ജനറൽ അസംബ്ലിയുടെ റെക്കമെൻഡേഷൻ മുഖേനയോ അതല്ലെങ്കിൽ ICA ബോർഡിൻ്റെ റെക്കമെൻഡേഷൻ മുഖേനയോ ഇവിടെ അഗ്രികൾച്ചറൽ ഫീൽഡുമായി ബന്ധപ്പെട്ട സ്പെസിഫിക് ആയിട്ടുള്ള ടാസ്ക്, അതായത് ദാറ്റ് മീൻസ് എന്തെങ്കിലുമൊക്കെ സ്പെസിഫിക് ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ എന്ത് ചെയ്യുക? കണ്ടക്ട് ചെയ്യുക. അതിന് ഇവിടെ എന്ത് വേണം? ICAയുടെ ഒരു സ്പെഷ്യലൈസ്ഡ് ഓർഗനൈസേഷനാണിത്. അപ്പോൾ ICAയുടെ സ്പെഷ്യൽ റെക്കമെൻഡേഷൻ വേണം. ഓക്കെ, ടു ക്യാരി ഔട്ട് എനി സ്പെസിഫിക് ടാസ്ക്, ഈ മേഖലയുമായി ബന്ധപ്പെട്ട് അഗ്രികൾച്ചറൽ കോപ്പറേറ്റീവ് മേഖലയുമായി ബന്ധപ്പെട്ട എന്തെങ്കിലും കാര്യങ്ങൾ, അത് ആഗോളതലത്തിൽ മൊത്തത്തിലുള്ള അഗ്രികൾച്ചർ കോപ്പറേറ്റീവ് സൊസൈറ്റികൾക്ക് ഗുണകരമാവുന്ന രീതിയിൽ എന്തെങ്കിലും ഒരു സ്പെസിഫിക് ടാസ്ക് ഒക്കെ ഈ മേഖലയുമായി കണ്ടക്ട് ചെയ്യുന്നതിന് വേണ്ടി എന്ത് ചെയ്യുക? സോ ICAയുടെ റെക്കമെൻഡേഷൻ മുഖേന ഇത്തരത്തിലുള്ള കാര്യങ്ങൾ കണ്ടക്ട് ചെയ്യുക. ഓക്കെ, ജനറൽ അസംബ്ലി ഓഫ് ദ ICA എന്ന് പറയുന്നുണ്ട്. ICAയുടെ ജനറൽ അസംബ്ലി, അതുപോലെ തന്നെ ICAയുടെ ബോർഡിൻ്റെയും അംഗീകാരത്തോടു കൂടി എന്ത് ചെയ്യുക? റെക്കമെൻഡേഷനോടൊക്കെ കൂടിയിട്ട് ഈ മേഖലയുമായി ബന്ധപ്പെട്ട ഇത്തരത്തിലുള്ള ജനറൽ ആയിട്ടുള്ള ഡെവലപ്മെൻറ്റിന് വേണ്ടിയിട്ടുള്ള എന്തെങ്കിലും കാര്യങ്ങളൊക്കെ കണ്ടക്ട് ചെയ്യുക. അപ്പോൾ ഇതൊക്കെയാണ് ഇതിൻ്റെ റോളായിട്ട് ഇവിടെ പറയുന്നത്. പിന്നീട് ICAOയുടെ ഗവേണിംഗ് ബോഡീസിനെ കുറിച്ചാണ് പറയുന്നത്. സോ ദ ഗവേണിംഗ് ബോഡീസ് ഓഫ് ICAO. സോ ദ ഗവേണിംഗ് ബോഡീസിനെ നമുക്ക് രണ്ടായിട്ട് തരംതിരിക്കാം. മെമ്പേഴ്സ് മീറ്റിംഗ് എന്നും എക്സിക്യൂട്ടീവ് കമ്മിറ്റി എന്നും രണ്ടായിട്ട് തരംതിരിക്കുന്നു. ഓക്കെ, മെമ്പേഴ്സ് മീറ്റിങ്ങിനകത്ത് പറയുന്നത് 2 types ഓഫ് മെമ്പേഴ്സ് ആർ ദെയർ. മെമ്പേഴ്സ് മീറ്റിംഗ് ആണ്. മെമ്പേഴ്സ് മീറ്റിങ്ങിനകത്ത് സോ മെയിൻലി 2 types ഓഫ് മെമ്പേഴ്സ് മീറ്റിംഗ്സ് ആർ ദെയർ. ഒന്ന് ഓർഡിനറി മെമ്പേഴ്സ് മീറ്റിംഗും ഉണ്ട്, രണ്ടാമത്തെ എക്സ്ട്രാ ഓർഡിനറി മെമ്പേഴ്സ് മീറ്റിംഗും ഉണ്ട്. ഓക്കെ, മെമ്പേഴ്സ് മീറ്റിങ്ങിനെ അപ്പോൾ രണ്ടായിട്ട് തരംതിരിക്കും. ഓർഡിനറി മെമ്പേഴ്സ് മീറ്റിംഗ് ആൻഡ് എക്സ്ട്രാ ഓർഡിനറി മെമ്പേഴ്സ് മീറ്റിംഗ്. ഓർഡിനറി മെമ്പേഴ്സ് മീറ്റിംഗ് കൺവീൻഡ് വൺസ് ഇൻ എ ഇയർ. വർഷത്തിലൊരിക്കലാണ് ഓർഡിനറി മെമ്പേഴ്സ് മീറ്റിംഗ് കണ്ടക്ട് ചെയ്യുന്നത്. ദെൻ രണ്ടാമത്തെ എക്സ്ട്രാ ഓർഡിനറി മെമ്പേഴ്സ് മീറ്റിംഗ് കൺവീൻഡ് അറ്റ് ദ ഡിസ്ക്രിപ്ഷൻ ഓഫ് ദ എക്സിക്യൂട്ടീവ് കമ്മിറ്റി. അപ്പോൾ ഇതിനകത്ത് മെമ്പേഴ്സ് മീറ്റിംഗ് ഉണ്ട്, എക്സിക്യൂട്ടീവ് കമ്മിറ്റി ഉണ്ട്, 2 ഗവേണിംഗ് ബോഡീസ് ആണുള്ളത്. അപ്പോൾ എക്സിക്യൂട്ടീവ് കമ്മിറ്റിയുടെ റെക്കമെൻഡേഷൻ മുഖേന എക്സ്ട്രാ ഓർഡിനറി മീറ്റിംഗ് എപ്പോൾ വേണമെങ്കിലും എന്ത് ചെയ്യാം? ഈ എക്സിക്യൂട്ടീവ് കമ്മിറ്റിയുടെ ഡിസ്ക്രിപ്ഷൻ അനുസരിച്ച്, വിവേകാധികാരം അനുസരിച്ച് എപ്പോൾ വേണമെങ്കിലും വിളിച്ചു ചേർക്കാമെന്നുള്ളതാണ് പറയുന്നത്. ഓക്കെ, ദെൻ മൂന്നാമതൊരു കാര്യം പറയുന്നുണ്ട്. മെമ്പേഴ്സ് ഓർഗനൈസേഷൻ ഷാൾ ബി എൻറ്റൈറ്റിൽഡ് ടു അപ്പോയിൻറ്റ് നോട്ട് മോർ ദാൻ 4 ഡെലിഗേറ്റ്സ് ടു മെമ്പേഴ്സ് മീറ്റിംഗ്. ഒരു മെമ്പേഴ്സ് മീറ്റിങ്ങിനകത്ത് ഇതിൽ മെമ്പേഴ്സായിട്ടുള്ള ഓർഗനൈസേഷനുകളിൽ നിന്ന് 4 ആളുകളെ ഒരു ഓർഗനൈസേഷൻ പങ്കെടുപ്പിക്കാമെന്ന് പറയുന്നുണ്ട്. നോട്ട് മോർ ദാൻ 4 മെമ്പേഴ്സ് എന്നാണ്. 4 മെമ്പേഴ്സിനെ ഒരു ഓർഗനൈസേഷൻ, ഒരു അഗ്രികൾച്ചറൽ റിലേറ്റഡ് ഓർഗനൈസേഷനുകളായിരിക്കും ഇതിൽ മെമ്പേഴ്സായിട്ടുണ്ടാവുക. അപ്പോൾ അതിൽ നിന്ന് ഓരോ രാജ്യത്തു നിന്നുള്ള 37ഓളം രാജ്യങ്ങളിൽ നിന്ന് 43ഓളം ഓർഗനൈസേഷൻ ഇതിൽ മെമ്പേഴ്സാണെന്ന് പറഞ്ഞു. അപ്പോൾ ഈ 43 ഓർഗനൈസേഷനുകൾക്കും എന്ത് ചെയ്യാം? ഒരു ഓർഗനൈസേഷൻ 4 ഡെലിഗേറ്റ്സിനെ എന്ത് ചെയ്യാം? ഇതിലെ മെമ്പേഴ്സ് മീറ്റിങ്ങിൽ പങ്കെടുപ്പിക്കാം. എന്നാൽ ഓരോ മെമ്പേഴ്സ് ഓർഗനൈസേഷനും എത്ര വോട്ടേ ഉള്ളൂ? ഈച്ച് മെമ്പേഴ്സ് ഓർഗനൈസേഷൻ ഷാൾ ഹാവ് 1 വോട്ട് അറ്റ് മെമ്പേഴ്സ് മീറ്റിംഗ്. മെമ്പേഴ്സ് മീറ്റിങ്ങിൽ ഒരു വോട്ടേ ഉണ്ടായിരിക്കുള്ളൂ. അപ്പോൾ ഇതാണ് ഓർഡിനറി മെമ്പേഴ്സ് മീറ്റിംഗ് എന്ന് പറയുന്ന അതിൻ്റെ
ഗവേണിംഗ് ബോഡീസിൽ നമുക്ക് പറയാനുള്ളത്. ഓക്കെ, മെമ്പേഴ്സ് മീറ്റിംഗ് എന്നുള്ള ഇതിൽ 2 തരത്തിലുള്ള മെമ്പേഴ്സ് മീറ്റിംഗ് ഉണ്ട്. ഓർഡിനറി മെമ്പേഴ്സ് മീറ്റിങ്ങും എക്സ്ട്രാ ഓർഡിനറി മെമ്പേഴ്സ് മീറ്റിങ്ങും. ഓർഡിനറി മെമ്പേഴ്സ് മീറ്റിംഗ് വൺസ് ഇൻ എ ഇയർ, ഒരിക്കൽ മാത്രമാണ് വർഷത്തിൽ അത് കൺവീൻ ചെയ്യുന്നത്, വിളിച്ചു ചേർക്കുന്നത്. എക്സ്ട്രാ ഓർഡിനറി മീറ്റിംഗ് ആണെങ്കിൽ എക്സിക്യൂട്ടീവ് കമ്മിറ്റിയുടെ ഡിസ്ക്രിപ്ഷൻ അനുസരിച്ച് എപ്പോൾ വേണമെങ്കിലും വിളിച്ചു ചേർക്കാം. ഓക്കെ, ഓരോ മെമ്പേഴ്സ് ഓർഗനൈസേഷനും 4 ആളുകൾക്ക് ഇതിൽ എന്ത് ചെയ്യാം, പങ്കെടുക്കാം. ഒരു ഓർഗനൈസേഷന് 1 വോട്ട് മാത്രമേ ഉണ്ടായിരിക്കുകയുള്ളൂ. ഇതാണ് മെമ്പേഴ്സ് മീറ്റിങ്ങിനെ കുറിച്ച് പറയാനുള്ളത്. രണ്ടാമത്തെ ഗവേണിംഗ് ബോഡിയാണ് എക്സിക്യൂട്ടീവ് കമ്മിറ്റി. ഓക്കെ, അപ്പോൾ എക്സിക്യൂട്ടീവ് കമ്മിറ്റിയെ കുറിച്ച് എന്താ പറയുന്നത് നോക്കാം. സോ ദ ഫങ്ഷൻസ് ഓഫ് എക്സിക്യൂട്ടീവ് കമ്മിറ്റി ഷാൾ ബി, എന്തൊക്കെയാണ് എക്സിക്യൂട്ടീവ് കമ്മിറ്റിയുടെ ഫങ്ഷൻ എന്നുള്ള 4 പോയിൻ്റാണ് പറയുന്നത്. പ്രിപ്പയർ ദ ജനറൽ പോളിസി ആൻഡ് വർക്ക് പ്രോഗ്രാം ആൻഡ് ഇംപ്ലിമെൻറ്റേഷൻ ഓഫ് ദ ഒബ്ജക്റ്റീവ് ഓഫ് ദ ഓർഗനൈസേഷൻ. ഇതാണ് എക്സിക്യൂട്ടീവ് കമ്മിറ്റിയുടെ ഒരു ഫങ്ഷനായിട്ട് പറയുന്നത്. നോക്കാം. പ്രിപ്പയർ ദ ജനറൽ പോളിസി ആൻഡ് വർക്ക് പ്രോഗ്രാം, ത്തിലുള്ള ജനറൽ പോളിസി വർക്ക് പ്രോഗ്രാം എന്തൊക്കെയാണെന്ന് പ്രിപ്പയർ ചെയ്യുക. ഇംപ്ലിമെൻറ്റിംഗ് ദ ഒബ്ജക്റ്റീവ് ഓഫ് ദ ഓർഗനൈസേഷൻ, സ്ഥാപനത്തിൻ്റെ അൾട്ടിമേറ്റ് ഒബ്ജക്റ്റീവ് ആയിരിക്കും. അപ്പോൾ ആ അൾട്ടിമേറ്റ് ഒബ്ജക്റ്റീവ് ഇംപ്ലിമെൻറ്റ് ചെയ്യുന്നതിന് ആവശ്യമായിട്ടുള്ള കാര്യങ്ങൾ ചെയ്യുക. അപ്പോൾ ഇതാണ് ഒന്നാമത്തെ ഫംഗ്ഷനായിട്ട് പറയുന്നത്. സെക്കൻഡ്, ടു ഗീവ് ആൻ ആനുവൽ റിപ്പോർട്ട് ഓൺ ഇറ്റ്സ് ആക്ടിവിറ്റീസ് ടു ദ മെമ്പേഴ്സ് മീറ്റിംഗ്. മെമ്പേഴ്സ് മീറ്റിങ്ങിൽ എന്ത് പറയുന്നത് ഇവിടെ? സോ ടു ഗീവ് ആൻ ആനുവൽ റിപ്പോർട്ട് നൽകണം ഓൺ ഇറ്റ്സ് ആക്ടിവിറ്റീസ് ഓഫ് ദ മെമ്പേഴ്സ് മീറ്റിംഗ്. മെമ്പേഴ്സ് മീറ്റിങ്ങിനകത്ത് എന്തൊക്കെ പ്രവർത്തനങ്ങളാണോ നടത്തേണ്ടത് അതുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഒരു ആനുവൽ റിപ്പോർട്ട് പ്രിപ്പയർ ചെയ്യണം. ഓക്കെ, വൺസ് ഇൻ എ ഇയർ എന്ന് നമ്മൾ പറഞ്ഞില്ലേ മെമ്പേഴ്സിൻ്റെ ഓർഡിനറി മെമ്പേഴ്സ് മീറ്റിംഗ്. അപ്പോൾ മെമ്പേഴ്സ് മീറ്റിംഗ് നടത്തുമ്പോൾ അതിനകത്ത് ഒരു ആനുവൽ റിപ്പോർട്ട് സമർപ്പിക്കേണ്ടത് ആരുടെ ജോലിയാണ്? എക്സിക്യൂട്ടീവ് കമ്മിറ്റിയുടെയാണ്. ദെൻ ടു പ്രസൻറ്റ് ആനുവൽ അക്കൗണ്ട്സ് ആൻഡ് മേക്ക് പ്രൊപ്പോസൽസ് ഫോർ ദ ബഡ്ജറ്റ്. മറ്റൊന്ന് ടു പ്രസൻറ്റ് ആനുവൽ അക്കൗണ്ട്സ്, നമ്മൾ പറഞ്ഞല്ലോ ആനുവൽ അക്കൗണ്ട്സ് പ്രസൻറ്റ് ചെയ്യണം. അതുപോലെ തന്നെ സ്ഥാപനത്തിൻ്റെ പുതിയ ബഡ്ജറ്റ് അതിൻ്റെ പ്രപ്പോസൽ മുന്നോട്ട് വെക്കണം. ദെൻ ഫോർത്ത്, ടു ഡിസൈഡ് ഓൺ അഡ്മിഷൻ ഓഫ് മെമ്പർഷിപ്പ്. പുതിയ മെമ്പേഴ്സിനെ ഇതിനകത്തേക്ക് അഡ്മിറ്റ് ചെയ്യുന്നതിന് ആവശ്യമായിട്ടുള്ള ഡിസിഷനുകൾ എടുക്കണം. ഓക്കെ, അപ്പോൾ ഇത്തരം കാര്യങ്ങളൊക്കെയാണ് ഇതിൻ്റെ എക്സിക്യൂട്ടീവ് കമ്മിറ്റിയുടെ ഫങ്ഷനായിട്ട് പറയുന്നത്. ഓക്കെ, ജനറൽ പോളിസി പ്രിപ്പയർ ചെയ്യണം, വർക്ക് പ്രോഗ്രാമുകൾ സെറ്റ് ചെയ്യണം, ഒബ്ജക്റ്റീവ്സ് ഇംപ്ലിമെൻറ്റ് ചെയ്യണം അല്ലേ. ദെൻ ടു ഗീവ് ആനുവൽ റിപ്പോർട്ട്, ദെൻ പ്രസൻറ്റ് ആനുവൽ അക്കൗണ്ട്സ്, ദെൻ പ്രപ്പോസ് ദ ബഡ്ജറ്റ്, ലാസ്റ്റ് അഡ്മിഷൻ ഓഫ് ദ മെമ്പർഷിപ്പ്. ഇത്രയും കാര്യങ്ങളാണ് പറയുന്നത്. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് എന്തിനകത്ത് വരുന്നത്? നമ്മുടെ ലാസ്റ്റ് ഓർഗനൈസേഷനാണ് ICAO എന്ന് പറയുന്ന ഓർഗനൈസേഷൻ. സ്പെഷ്യലൈസ്ഡ് ഓർഗനൈസേഷൻ ഓഫ് ICA എന്ന ചാപ്റ്ററിനകത്ത് ലാസ്റ്റ് വരുന്ന ഓർഗനൈസേഷനാണ് ICAO. അപ്പോൾ ഇതിനകത്ത് നമ്മൾ 5 ഓർഗനൈസേഷനുകളാണ് സ്പെഷ്യലൈസ്ഡ് ഓർഗനൈസേഷൻ ഓഫ് ICA എന്ന ചാപ്റ്ററിനകത്ത് പഠിച്ചിട്ടുള്ളത്. ഫസ്റ്റ് വൺ IHCO അല്ലേ, ഇൻ്റർനാഷണൽ ഹെൽത്ത് കോപ്പറേറ്റീവ് ഓർഗനൈസേഷൻ ആയിരുന്നു. രണ്ടാമത്തെ ICFO ആയിരുന്നു, ഫിഷറീസ് കോപ്പറേറ്റീവ് ഓർഗനൈസേഷൻ. മൂന്നാമത്തെ CCW, കൺസ്യൂമർ കോപ്പറേറ്റീവ് വേൾഡ് വൈഡ് എന്ന് പറയുന്ന ഓർഗനൈസേഷൻ. ഫോർത്ത് എന്തായിരുന്നു? ICBA, ഇൻ്റർനാഷണൽ കോപ്പറേറ്റീവ് ബാങ്കിങ് അസോസിയേഷൻ. ദെൻ ഫിഫ്ത്ത് ആണ് ലാസ്റ്റ് ICAO, ഇൻ്റർനാഷണൽ കോപ്പറേറ്റീവ് അഗ്രികൾച്ചറൽ ഓർഗനൈസേഷൻ. അപ്പോൾ ഇങ്ങനെ 5 ഓർഗനൈസേഷൻ ഇതിനകത്ത് പറയുന്നുണ്ട്. ഒന്നും കൂടെ പറയാം. IHCO, ICFO, ദെൻ CCW, ദെൻ ICBA ആൻഡ് ICAO. ഇത്രയും ഓർഗനൈസേഷനാണ് ഇതിനകത്ത് നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുള്ളത്. ഇത് പറയുന്നതോടുകൂടി നമ്മുടെ 5ാമത്തെ ചാപ്റ്റർ ഇവിടെ ക്ലോസ് ആവും. ഓക്കെ, ബാക്കിയുള്ള കാര്യങ്ങൾ നമുക്ക് അടുത്ത ക്ലാസ്സിലായിട്ട് ഡിസ്കസ് ചെയ്യാം. ഓക്കെ, താങ്ക് യു.